IPL-ലെ ഏറ്റവും സ്ഥിരതയുള്ള ടീം ഏതാണ്? ആരാധകർക്കിടയിൽ അവകാശവാദങ്ങൾ പലതുണ്ടെങ്കിലും കണക്കുകളിൽ ആ കിരീടം ഒരു ടീമിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതെ, ചെന്നൈ സൂപ്പർ കിങ്സ്. വിലക്കുമൂലം നഷ്ടമായ 2 സീസണുകൾ ഒഴിച്ചു നിർത്തിയാൽ 15 സീസണുകളിലായി 12 തവണ പ്ലേ ഓഫിലെത്തിയ, 10 തവണ ഫൈനൽ കളിച്ച, 5 തവണ കിരീടമുയർത്തിയ ടീം. ഈ 14 വർഷം ഒരേ ക്യാപ്റ്റനു കീഴിൽ കളിച്ചെന്ന പ്രത്യേകതയും ചെന്നൈക്ക് മാത്രം സ്വന്തം. MS ധോണിയും സംഘവും IPL തുടങ്ങിയ കാലം മുതൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മേൽവിലാസം ഇതായിരുന്നു. സ്ഥിരം ടീം സ്ട്രക്ചർ നിലനിർത്തി മെഗാ താരലേലത്തിൽ പണമെറിഞ്ഞ അവർ പലകുറിയായി ടീമിൽ നിന്ന് വിട്ടുപോയവരെ തിരിച്ചെത്തിച്ചും സ്ക്വാഡ് ഡെപ്ത് കൂട്ടി. പക്ഷേ അന്നും ഇന്നും ധോണി തന്നെയാണ് ചെന്നൈയുടെ സ്വന്തം തല. നരവീണു തുടങ്ങിയ താടിയുമായി 43-ാം വയസ്സിലും പാഡ് കെട്ടി മൈതാനത്തേക്ക് വരുന്ന ആ മഹാമനുഷ്യനിൽ നിന്ന് ആരാധകർ ഇന്നും അത്ഭുതം പ്രതീക്ഷിക്കുന്നു. 2008-ൽ ആരംഭിച്ച IPL ക്രിക്കറ്റ് 18-ാം സീസണിലേക്ക് കടക്കുമ്പോഴും ശ്രദ്ധാകേന്ദ്രങ്ങളിലൊന്ന് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വിക്കറ്റ് കീപ്പറായ 43-കാരൻ ധോണിയാണ്. രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് 5 വർഷം പിന്നിടുന്ന ധോണി IPL-ലെ പുതിയ നിയമാവലി പ്രകാരം ഇക്കുറി അൺക്യാപ്ഡ് പ്ലെയർ കാറ്റഗറിയിലാണ്. ക്യാപ്റ്റൻസിയുടെ ഭാരമില്ലാതെ പ്രതിഫലവും താരത്തിളക്കവും കുറയുന്ന ധോണി പുതിയ സീസണിൽ ആരാധകർക്കായി കരുതിവെക്കുന്ന സർപ്രൈസുകൾക്കായി കാത്തിരിക്കുകയാണ് ലോകം. കഴിഞ്ഞ സീസണിൽ ധോണിക്ക് പിൻഗാമിയായി എത്തിയ യുവതാരം ഋതുരാജ് ഗെയ്ക്വാദിന്റെ നേതൃത്വത്തിൽ ടീം മികച്ച പ്രകടനം നടത്തിയെങ്കിലും പ്ലേ ഓഫിലെത്തിയില്ല. പോയിന്റ് പട്ടികയിൽ 5-ാം സ്ഥാനത്തായാണ് കഴിഞ്ഞ സീസൺ അവസാനിപ്പിച്ചത്. മെഗാലയലത്തിനു മുന്നോടിയായി ധോണിയെ ചെന്നൈ നിലനിർത്തിയ സാഹചര്യത്തിൽ ഇത്തവണ തലയുടെ വിരമിക്കൽ അഭ്യൂഹത്തിന് അത്ര പഞ്ചില്ല. എങ്കിലും 6-ാം കിരീടമുയർത്തി തലയുയർത്തി നിൽക്കാൻ തന്നെയാകും ചെന്നൈ കളത്തിലിറങ്ങുക. വയസ്സന്മാരുടെ ടീം അഥവാ ഡാർസ് ആർമി എന്ന പഴി ചെന്നൈക്ക് പണ്ടേ ഉള്ളതാണ്. എന്നാൽ ഈ വിമർശനം ശക്തമായപ്പോഴൊക്കെ 30 മിനിറ്റ് വയസ്സന്മാരെ വെച്ച് കപ്പടിച്ച ചരിത്രമാണ് ചെന്നൈക്കുള്ളത്. ഈ മാസം 22-ന് ആരംഭിക്കുന്ന 18-ാം സീസൺ IPL-ൽ 6-ാം കിരീടം ലക്ഷ്യം വെച്ചാണ് CSK ഇറങ്ങുന്നത്. മാർച്ച് 24-ന് ചിരവൈരികളായ മുംബൈ ഇന്ത്യൻസിനെതിരെയാണ് സീസണിൽ ചെന്നൈയുടെ ആദ്യ മത്സരം. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദും ന്യൂസിലൻഡ് താരം ഡെവോൺ കോൺവേയും ചേർന്നാകും 2025 സീസൺ IPL-ലെ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുക. മുൻ സീസണുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കൂട്ടുകെട്ടാണിത്. രാഹുൽ ത്രിപാഠിയും ദീപക് ഹൂഡയുമാകും മധ്യനിരയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള താരങ്ങൾ. ഇതിൽ ത്രിപാഠിയും ഹൂഡയും മെഗാ താരലേലത്തിലൂടെ ഇത്തവണ ചെന്നൈയിലെത്തിയ താരങ്ങളാണ്. ശിവം ദുബെയാണ് മധ്യനിരയിലെ മറ്റൊരു പ്രധാന കരുത്ത്. വമ്പൻ അടികൾ കൊണ്ട് ശ്രദ്ധ പിടിച്ചുപറ്റിയ ദുബെ മധ്യ ഓവറുകളിൽ ഡോമിനേറ്റ് ചെയ്യുന്ന സ്പിൻ ബോൾസിനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ്. രജൻ രവീന്ദ്ര ലോക ക്രിക്കറ്റിലെ പുതിയ ബാറ്റിംഗ് സെൻസേഷനായി മാറിക്കഴിഞ്ഞു. സമാപിച്ച ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും അധികം റൺസ് അടിച്ചെടുത്ത അദ്ദേഹം പ്ലെയർ ഓഫ് ദി ടൂർണമെന്റുമായി മാറിയിരുന്നു. ഇനി IPL-ൽ CSK-യുടെ മഞ്ഞക്കുപ്പായത്തിലും കസറാനാണ് രജന്റെ ശ്രമം. വിക്കറ്റ് കീപ്പറായി മഹേന്ദ്ര സിംഗ് ധോണി തന്നെ ആദ്യ മത്സരത്തിൽ കളിക്കുമെന്നാണ് കരുതുന്നത്. ഓൾറൗണ്ടർമാരായി രവീന്ദ്ര ജഡേജ, സാം കറൻ എന്നിവർ പ്ലേയിങ് 11-ൽ ഉൾപ്പെട്ടേക്കും. ശ്രീലങ്കൻ പേസറായ മദീഷ പതിരാനയാകും ആദ്യ കളിയിൽ ചെന്നൈയുടെ പേസ് നിരയെ നയിക്കുക. ഇതിനു പുറമെ സ്പിന്നർമാരായി R അശ്വിനും അഫ്ഗാനിസ്ഥാന്റെ നൂർ അഹമ്മദും ഇറങ്ങിയേക്കും. ടീമിൽ പേസ് ബൗളർമാരുടെ എണ്ണം താരതമ്യേന കുറവാണ്. മദീഷ പതിരണ, നദാൻ എല്ലിസ്, സാം കറൻ എന്നിവർ കഴിഞ്ഞാൽ ആർക്കൊക്കെ തിളങ്ങാനാകുമെന്നതിൽ ആശങ്കയുണ്ട്. ചെന്നൈയുടെ സാധ്യത പ്ലേയിങ് 11 നോക്കാം. ഡെവോൺ കോൺവേ, ഋതുരാജ് ഗെയ്ക്വാദ്, രാഹുൽ ത്രിപാഠി, ശിവം ദുബെ, ദീപക് ഹൂഡ, MS ധോണി, രവീന്ദ്ര ജഡേജ, സാം കറൻ, R അശ്വിൻ, നൂർ അഹമ്മദ്, മദീഷ പതിരാന.